ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആകാംക്ഷയോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് വരാൻ സമയമായോ? അത് വളരെ അപ്രതീക്ഷിതമായിട്ട് വരാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഡ്രീമറാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാർഡ് എടുത്തിട്ട് പറയാവേ. നൈറ്റ് ഓഫ് ഫയർ, ത്രീ ഓഫ് വാട്ടർ, ത്രീ ഓഫ് എർത്ത്, ടെൻ ഓഫ് എയർ, വൈസ് കൗൺസിലർ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാട്ടർ, അതായത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി. പിന്നീട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാട്ടർ ആണ്. ഇവിടെ നമുക്ക് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നയൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ്. ആഗ്രഹ സഫലീകരണത്തിൻ്റെ എനർജിയാണ്. ഇവിടെ എന്ത് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അല്ല എങ്കിൽ ഇതിനായിട്ട് നിങ്ങൾ പാടുപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്ര ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില മാരേജ് കാര്യങ്ങൾക്കാവാം, ഇനി അതുപോലെ മറ്റേതെങ്കിലും ജോലിക്കാര്യങ്ങൾക്കാകാം, ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ തന്നെ യാഥാർത്ഥ്യമാകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ സ്വപ്നത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇവിടെ സാധ്യമാകുന്നു. കുറെ കാലം കൊണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നതാവാം, ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നതാവാം. വളരെയധികം സന്തോഷത്തോടുകൂടി, വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങളിവിടെ ഇതിന് വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വെയിറ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് അത്യധികം സ്നേഹമായിട്ട്, അതുപോലെ അത്യധികം എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇത് വളരെ അപ്രതീക്ഷിതമാണ്. നിങ്ങളിപ്പോൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ആകാംക്ഷയോട് കൂടി നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ തെറ്റുമ്പോഴാണ് ഇത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്ന് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇത് കാണുന്നത്. നമ്മൾ നടന്നു പോകുന്ന കൂട്ടത്തിൽ തൂവൽ നമ്മളുടെ ദേഹത്ത് വന്ന് വീഴുമല്ലോ. അപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു ബ്ലെസ്സിങ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. മനസ്സിലാക്കി, ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന എനർജിയാണിത്. ആഗ്രഹ സഫലീകരണത്തിന്റെ എനർജിയാണിത്. ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിലാവാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അതുപോലെ മറ്റേതെങ്കിലും തരത്തിൽ സാമ്പത്തികപരമായ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം. അതുമല്ല, മാരേജ് പ്രപ്പോസൽസ് ആവാം. എന്തായാലും ശരി, ഒരുപാട് സെലക്ഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് 444 കാണുന്നവരൊന്ന് ക്ലെയിം ചെയ്യണേ. കാരണം ഇവിടെ 444 വന്നിരിക്കുന്നു. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന എനർജിയാണ്.
ഇത് നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാൻ പോകുന്നുണ്ട്. ഈ ഒരു കാത്തിരിപ്പ്, ഈ കാത്തിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെയാണ് വന്നു ചേരുന്നത് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി എന്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയാം. നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കത്തിന്റെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് മുന്നോട്ട് നിങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്ന എനർജി. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരികയാണ്. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് എന്തിനും പുതിയ തുടക്കം, എന്തിനുമുള്ള ഒരു പുതിയ തുടക്കമാണിത്. മനസ്സിലായി? മറ്റ് കുറെ കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിലുള്ള വിശ്വാസം നിങ്ങൾക്ക് കൂടി വരുന്ന ഒരു സമയം. യൂണിവേഴ്സിൽ നിങ്ങൾ അമിതമായിട്ട് വിശ്വാസം അർപ്പിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കത് സാധ്യമാക്കി തരും. മനസ്സിലായോ? എല്ലായ്പ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫർഗീവ്നെസ് പറഞ്ഞ് കാത്തിരിക്കുന്നു, യൂണിവേഴ്സിനോടൊരു വിശ്വാസം ഉണ്ട്, ഐ ലവ് യു യൂണിവേഴ്സ്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരും. നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോഴാണ് നിങ്ങൾക്കിവിടെ കാത്തിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്കൊരു വിരാമം വരുന്നു. മനസ്സിലായി? നിങ്ങളിവിടെ കാത്തിരിക്കുന്ന ഒരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, ജീവിതത്തിലെ തന്നെ വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ ഒരു തുടക്കം നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് വരാനുള്ള സമയമായിരിക്കുന്നു. ഈ ഒരു തുടക്കം നിങ്ങളെ മനോഹരമായ ഒരു ലൈഫിലേക്ക്, സുന്ദരമായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് നയിക്കുന്നതാണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? നൈറ്റ് ഓഫ് വാൻസ്. ഈ വാൻസിന്റെ വാൻസ് ഫയർ സൈൻ അല്ല, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. അതായത് നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആവുന്ന ഒരു സമയമാണിത്. നിങ്ങളിവിടെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു, വളരെയധികം കോൺഫിഡന്റ് ആയിട്ടുണ്ട് നിങ്ങൾ. മനസ്സിലായി? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഈ നോക്കിയിരിക്കുന്ന കാര്യം എനിക്ക് സിദ്ധിക്കും, എനിക്ക് കിട്ടും, അത് ഈ ആഗ്രഹം എനിക്ക് സഫലമാകും എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കിവിടെ അതിനൊരു മറുപടി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിലാവാം. മനസ്സിലായി? നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നത് വിദേശത്തൊന്ന് പോകാനായിരിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും പഠിക്കാനായിരിക്കാം, പുതിയ ചില കാര്യങ്ങൾ, ചില കോഴ്സുകൾ പഠിക്കാനായിരിക്കാം. ഇത് ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് നിങ്ങൾ കൊണ്ടു നടന്നിരുന്നതാവാം. അതുപോലെ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. അന്യനാട്ടിൽ പോയി എനിക്കത് പഠിക്കണം, അന്യ രാജ്യത്ത് പോയി എനിക്കത് പഠിക്കണം, എനിക്ക് ആ ജോലി നേടണം എന്ന് കുറെ കാലം കൊണ്ട് നിങ്ങൾ ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്ന കാര്യമാവണം. അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങൾക്കിവിടെ എന്ത് അപകടകരമായ സാഹചര്യമാണോ, എത്ര റിസ്ക് എടുത്താലും നിങ്ങൾക്കത് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിന് പോകാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് അത് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. ആ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ചിലപ്പോൾ കാത്തിരുന്ന് മടുത്തിട്ട് നിങ്ങളത് ആ ഒരു ആഗ്രഹം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കാതെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള സാധ്യത തെളിയുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്, ആ ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ അടുത്തായിട്ട് 3 ഓഫ് വാട്ടറിന്റെ എനർജിയാണ്, 3 ഓഫ് കപ്സ്. ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ പുതിയൊരു തുടക്കം വരുന്നുണ്ട്. പുതിയൊരു ജോലിയാവാം, പുതിയൊരു പഠനമാകാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ വിവാഹമാകാം, അതിലൊക്കെ ഒരുപാട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജി, മറ്റ് ഫ്രണ്ട്സിനോടൊപ്പമാകാം, ഫാമിലിയോടൊപ്പമാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാം. ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങളിൽ നിന്നും കുറെ കാലം കൊണ്ട് പിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു മെസ്സേജ് വരണം, അല്ലെങ്കിൽ ഒരു കാൾ വരണം, അവരെ ഒന്ന് കാണണം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതിനുവേണ്ടി ചിലപ്പോൾ ചില സ്വിച്ച് വേർഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം, ചില മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് അത്
അവിചാരിതമായിട്ട് ഇത് സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം വലിയ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ഇവിടെ. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ്. അവരുമായിട്ട് കൂടിച്ചേർന്ന് യാത്രകൾ നടത്താൻ, സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എത്രയായാലും നിങ്ങൾക്ക് ഈ ആഗ്രഹിച്ചതുപോലെയുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ വെച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കാം, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാം, വീട് വാങ്ങിക്കാം, അങ്ങനെയൊക്കെ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ടുള്ള സന്തോഷം പങ്കിടലാവാം, കൂടിച്ചേരലാവാം. ഇതൊക്കെ നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നു. ഇതൊക്കെ അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 3 ഓഫ് എർത്തിന്റെ എനർജിയാണ്. 3 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾ 2-3 പേർ കൂടിച്ചേർന്ന് എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവാം. കാരണം നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി. വരുമാന മാർഗത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് എൻജോയ് ചെയ്യാനുള്ള സമയം കൂടി ലഭിക്കുന്നുണ്ട് ഇവിടെ. ഇത് നിങ്ങളത് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് വരുന്നുണ്ട്. ഇതിന് നിങ്ങൾ തുടക്കം ഇട്ടിട്ടുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ ഒരു കഴിവാണ്. ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇതിന് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നു, ഡിവൈൻ ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ട്. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിലൂടെ ഒരു സക്സസ് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അവിചാരിതമായിട്ടാണ്, നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് സാമ്പത്തികമായ വരുമാനം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ഇത്രയും വരുമാനം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലധികം വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 10 ഓഫ് എയറിന്റെ എനർജിയാണ്. അതായത് 10 ഓഫ് എയർ എന്ന് പറയുമ്പോൾ 10 ഓഫ് സോഡിന്റെ എനർജി. കാരണം മറ്റുള്ളവരുടെ അപവാദങ്ങൾക്കിടയായി അല്ലെങ്കിൽ അതിനിരയായിട്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. മറ്റുള്ളവരിൽ നിന്നും ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാകാം. സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം. സാമ്പത്തികപരമായ ബാധ്യതകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. മറ്റുള്ളവരെ വിശ്വസിച്ചതിന്റെ പേരിലുള്ള സാമ്പത്തിക ബാധ്യത. നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കൂടെ നടന്നവർ പോലും നിങ്ങളെ ചീറ്റ് ചെയ്ത അവസ്ഥയാണിത്. അത് നിമിത്തം നിങ്ങൾ ആകപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളെ ആ വ്യക്തി ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത്. നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് കൊടുത്തതായിരിക്കാം. സാമ്പത്തികമൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് കൊടുത്തിട്ടുള്ളതാവാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വലിയ ആഘാതമാണ് ഏറ്റിട്ടുള്ളത്. ഒത്തിരി ദുഃഖം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ എന്ന് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന് ആ കൂട്ടുകെട്ടുകളെല്ലാം നിങ്ങൾ എൻഡ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു എൻഡിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നുമാണ് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടി നല്ല ഒരു ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള സമയമാണെന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെസൺ തന്നതാണ്. മനസ്സിലായി? കാരണം എന്നാൽ മാത്രമേ നിങ്ങൾ പഴയതിനേക്കാളും ഒരു നല്ല വ്യക്തിയായിട്ട് ഉയർച്ച പ്രാപിച്ചു വരികയുള്ളൂ. മനസ്സിലായി? എത്രമാത്രം കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത്രമാത്രം ഉയരത്തിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പരാജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾ കുതിച്ചുയരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവർ നോക്കി നിൽക്കത്തക്ക വിധം, മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധം ഉള്ള ഒരു വളർച്ച നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ നല്ലതുപോലെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നു. നിങ്ങൾ ഇനി ഒരു നല്ല വെളിച്ചത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലായി? അത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. നിങ്ങൾ ഒരുപാട് കരഞ്ഞ് ഉറക്കമില്ലാത്ത രാത്രികൾ പിന്നിട്ടിട്ടുണ്ടാവണം. മനസ്സിലായി? അത്രമാത്രം വലിയൊരു, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും ആകണം നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടായത്. വളരെയധികം സ്നേഹിച്ച വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഉള്ള സ്നേഹത്തിലായിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു തരിപ്പണമായി പോകും. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
മനസ്സിലായി? പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഇവിടെ അത് തന്നെയാണ്, പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇവിടെയും പുതിയ പുതിയ ചില സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെയും പുതിയ ചില സംരംഭങ്ങളിലൂടെ സാമ്പത്തിക വരുമാനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ അടുത്തായിട്ട് വൈസ് കൗൺസിലറാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ചില കോഴ്സുകൾ പഠിക്കാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവാം. മനസ്സിലായി? അതിലേക്കുള്ള ഒരു തുടക്കമാണ് ഇവിടെ. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ പരമ്പരാഗതമായിട്ട് തന്നെ ചില ചിട്ടവട്ടങ്ങളൊക്കെയും പാലിച്ചു പോകുന്ന ആൾക്കാരായിരിക്കണം നിങ്ങളിവിടെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനർജിയൊക്കെ പോസിറ്റീവായിട്ട് നിലനിർത്താനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഈ ഒരു സമയത്ത്. അങ്ങനെയായിട്ട് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടു കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു. മറ്റുള്ളവർ നിങ്ങളെ അവരുടെ മെന്ററായിട്ട് കരുതി ആദരിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. മനസ്സിലായി? അവരുടെ ഗുരുവായിട്ട് നിങ്ങളെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ത് പ്രശ്നം ഇനി വന്നാലും നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഇനി ഇവിടെ എന്താണ് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. കണ്ടില്ല, ഇവിടെ ബാലൻസ് ചെയ്ത് പോകാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് വരികയാണ്. ബാലൻസിങ് ആണ് വരുന്നത്. കാരണം കണ്ടില്ല, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ പറയട്ടെ, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ. 3 ഓഫ് കപ്സിന്റെ എനർജിയിൽ പറഞ്ഞതാണ്. ഒത്തിരി സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരും. മനസ്സിലായി? പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നു. ഇവിടെ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ 3 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ 3 ഓഫ് എർത്തിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ 333 കാണുന്നവർ ഒന്ന് ക്ലെയിം ചെയ്യണ എനർജി, പോസിറ്റീവ് എനർജിയെ ക്ലെയിം ചെയ്യാം. ഇവിടെ 444 വന്നിട്ടുണ്ട്, 333 വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സംഖ്യകൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം. കാരണം അത്രമാത്രം ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വരുന്നത്. നമ്പർ 3ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്, നമ്പർ 4നും അതുപോലെ തന്നെ. അപ്പൊ ഇവിടെയും കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എന്തോ നിങ്ങൾ ആഗ്രഹിച്ച ആ പാർട്ട്ണർ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇതിനെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് ഇതൊന്നുമല്ല, മറ്റേതെങ്കിലും കാര്യമാണോ, അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ ദൈവം തന്നെ വന്ന് നിങ്ങളുടെ കരം പിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ദൈവാനുഗ്രഹം തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബാലൻസ് ചെയ്ത് പോകാനുള്ള തുടക്കമാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. തുടക്കത്തിൻ്റെതായ 2 എനർജി വന്നിട്ടുണ്ട്. ഇവിടെയും 1 ആണ്. ഇവിടെ 0 നമുക്ക് തുടക്കമല്ലേ, അവിടെ 1, ഇവിടെയും 1. 10 ഓഫ് സോഡിന്റെ എനർജി 1 ആയിട്ട് കാണാം. ഇവിടെ 11 ആണ്. അപ്പോൾ 11 നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ സംഖ്യകളൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്കൊരു നല്ല മാറ്റത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സംഖ്യകൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് എനർജിയെ ക്ലെയിം ചെയ്യണം. അപ്പൊ ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. ഇവിടെ കണ്ടല്ലേ, ഇവിടെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോവുകയാണ്. ഇവിടെയും ബാലൻസിങ് ആണ്. മനസ്സിലായി? ഇവിടെയും ബാലൻസിങ് ആണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. ഇവിടെയും അതുപോലെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം, അതാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ ഭാഗ്യമാണ് ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. മനസ്സിലായി? അല്ലാതെ ഒരാൾക്ക് മാത്രം അവിടെ മുൻതൂക്കമില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മാത്രം മുൻതൂക്കമില്ല. എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ അവിടെയാണ് സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വരുമാനം ചിലപ്പോൾ ചെലവിനേക്കാളും ഒക്കെ കുറഞ്ഞിരിക്കും. ചിലവ് ഒരുപാട് അധികരിച്ച ചിലവുണ്ടാകും. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ സമയത്ത് അത് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നമുക്ക് ഫോർച്യൂൺ എന്താണ് പറയാ, ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ.
ലയൺ വന്നിട്ടുണ്ട്, ബോ വന്നിരിക്കുന്നു, പീകോക്ക്, സ്കൾ. ബോട്ടം വന്നിരിക്കുന്നത് ഫ്ലൈ ആണ്. എ പീരീഡ് ഓഫ് ഇൽ ഹെൽത്ത്, ഡിപ്രഷൻ. ചില സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷന് ഒക്കെ അല്ലെങ്കിൽ അനാരോഗ്യത്തിനൊക്കെ സാധ്യത ഉണ്ടാവാം, അത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിഡൻ സീക്രട്സ് ക്യാൻ ഹാം യു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഹിഡൻ സീക്രട്സ്, നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്കത് ദോഷകരമായി ഭവിച്ചേക്കാം. അത് വളരെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അത് നല്ലതാണ് നമ്മൾ കേൾക്കുന്നത് തന്നെ. ഇവിടെ ലയണാണ് വന്നിരിക്കുന്നത്, ടൈം ടു ആക്ട് ആണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ സമയമായിരിക്കുന്നു, ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. വളരെയധികം ഒരു ലയണിൻ്റെ എനർജിയോടുകൂടി, മനസ്സിലായി, എനർജി കൂടുതലായിട്ട് മെൻ്റലി ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ മടി പിടിച്ചിരിക്കേണ്ട. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? യു ആർ ഹൈലി തോട്ട് ഓഫ്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ അതുപോലെ തന്നെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുദ്ധി അല്ലേ? ബുദ്ധിയുള്ളവരല്ലേ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്നത് ബിവെയർ ഓഫ് ഗ്രേറ്റ് റൈഡ്. പീക്കോക്കിൻ്റെ എനർജിയാണ്. പീക്കോക്ക് ഇവിടെ തൂവലൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ തൂവൽ വിരിച്ച് നൃത്തം ചെയ്യുമ്പോൾ എന്താണ്? എല്ലാവരും ഒന്ന് നോക്കി നിന്ന് പോകും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത്രമാത്രം മനോഹരമായ എനർജിയാണ്. വളരെയധികം അട്രാക്റ്റീവ് പേഴ്സൺ ആണ് നിങ്ങൾ എന്ന്. അപ്പോൾ അതൊന്ന് വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾ ഒത്തിരി അട്രാക്റ്റീവ് ആകുമ്പോഴെന്താണ്? അവിടെ ഒരു ശകലം അപകടം കൂടി പതിഞ്ഞിരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വല്പം ഒന്ന് എന്താണ്, ഈഗോ ഉണ്ടാവാമല്ലോ, ഒരു അഹംഭാവം ഉണ്ടാകാം. ഓ, എന്നെ കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും, ഞാൻ അത്രമാത്രം അട്രാക്റ്റീവ് ആണ് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയും സംസാരിക്കാൻ വരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിയേക്കാം. അതിനെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു എനർജി. ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.